ഓക്കെ ഗായ്സ്, അപ്പം നമ്മളെന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ടുണ്ടൊക്കെ. അപ്പം ഞാൻ എന്താണ് എണീറ്റത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നെന്തായാലും സ്കൂളിലൊക്കെ എന്തായാലും പോകണം. അത് മാത്രമല്ല ഗൈസ്, ഇന്നാണ് ഗൈസ് നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, അപ്പം ബാക്ക് ടു സ്കൂളാണ് ഗൈസ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമ്മളാണെങ്കിൽ സ്കൂളിൽ പോണ ദിവസം അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെന്തായാലും സ്കൂളിൽ പോയപ്പോഴും ഭയങ്കര കളിയാക്കളും കാര്യങ്ങളൊക്കെയാണ് കേസ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം ഈ സൈക്കിളാണ് കേ. ഈ സൈക്കിള് ഞാൻ 5-6 വർഷമായിട്ട് യൂസ് ചെയ്യണം കേ. ഞാൻ ഇപ്പം എന്തായാലും +2 കാര്യങ്ങളൊക്കെയാണ് അടുത്ത കോളേജിലാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ തൊട്ടപ്പോഴേ വാങ്ങിച്ച ഒരു സൈക്കിളാണ് കേ. അതിപ്പോഴും ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, വേറെ വീടോ ഒന്നും തന്നെ ഇല്ല സൈക്കിൾ വാങ്ങാനും, വേറെ ഒന്നിനും പൈസ ഇല്ല. സൈക്കിൾ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചാൽ പുതിയൊരു സൈക്കിൾ വാങ്ങാൻ ഒന്നിനും തന്നെ പൈസ ഇല്ലെന്നാണ് അവന്മാർ പറഞ്ഞത്. സത്യത്തിൽ ഗൈസ് എന്തായാലും അവന്മാരാരും നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. നമ്മുടെ അച്ഛനാണെങ്കിൽ GTR ഉണ്ട്, പിന്നെ മസ്താങ് ഉണ്ട്, കവാസാക്കി നിഞ്ച ZX-10R ഉണ്ട്, സൂപ്പർ ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്. പക്ഷെ എനിക്കൊരു താറ് പോലും വാങ്ങിച്ചു തരാൻ തോന്നിയില്ല ഗൈസ്. പക്ഷേ അച്ഛനോട് കുറേ പറഞ്ഞ്, പക്ഷെ അച്ഛൻ പറഞ്ഞ് ഈ സൈക്കിൾ ചീത്താകുമ്പോൾ നിനക്ക് പുതിയ ബൈക്ക് വാങ്ങിച്ചു തരാമെന്നാണ്. ഈ ബൈക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല വണ്ടി മതി ഗൈസ്. ഓക്കെ, അപ്പം അതെന്തെങ്കിലും ആവട്ടെ. നമുക്കെന്തായാലും ഇപ്പം എന്തായാലും നമ്മുടെ സ്കൂളിലോട്ടേക്ക് എന്തായാലും പോവാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ സ്കൂളിലോട്ടേക്ക് സ്കൂളിൻ്റെ താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാറുകളാണ്. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ ഉള്ള പോലത്തെ അതേ GTRൻ്റെ വെള്ള, നമ്മുടെ ഏതാണ് ഫെറാറി, പിന്നെ മസ്താങ്, അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഗൈസൊക്കെ. നമുക്ക് മാത്രം ഗൈസ് വണ്ടിയില്ല. ഗൈസ് അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ പോയി നമ്മുടെ ക്ലാസ് ഞങ്ങളൊക്കെ എന്തായാലും പോയി അറ്റൻഡ് ചെയ്തിട്ട് എന്തായാലും വരാം ഗൈസൊക്കെ. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഭയങ്കര ബോറിങ് ക്ലാസ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടാക്കി ഇറങ്ങി. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് എടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ സൈക്കിളിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പഞ്ചറാണ്. നമ്മുടെ സൈക്കിൾ പോണില്ല, ചെറുതായിട്ടാണ് ഓടുന്നത്. ഇതാരാണ് പഞ്ചറാക്കിയ? എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, ഏതൊരുത്തം പഞ്ചറാക്കിയാണെന്ന് തോന്നി നമ്മുടെ ഈ സ്കൂളിലുള്ള അവന്മാരിടയ്ക്കിടയ്ക്ക് എൻ്റെ സൈക്കിൾ പഞ്ചറാക്കും. ഞാനെന്നെ ടയർ മാറ്റും എപ്പോഴും. ആരാണ്? പക്ഷെ ഇവിടെ ആരും കാണാനില്ലല്ലോ. പക്ഷെ ആരാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കിയ? ഏതൊരു ടീമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം എവിടെ നോക്കിയാലും അപമാനങ്ങളല്ലേ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിഷമിച്ച് നിൽക്കണം. നമ്മളാണെങ്കിൽ എപ്പോഴും പിന്നെ ഇപ്പോഴും ഈ പേട്ട സൈക്കിളും കൊണ്ടാണ് നടക്കണേന്ന് ഇവന്മാരെല്ലാം പറയണം. അതുകൊണ്ട് പുതിയ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ടയർ അവന്മാർ പൊട്ടിച്ച് ഗൈസ്. പൊട്ടിച്ച മീൻസ് നമ്മുടെ വണ്ടിയുടെ ടയർ ഞങ്ങളവന്മാർ പഞ്ചറാക്കി. അതുകൊണ്ടാണ് നിനക്കാണെങ്കിൽ ഒരു വണ്ടി വാങ്ങാനും പറ്റില്ല, വണ്ടി വാങ്ങാനുള്ള പൈസയില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് നേരെ എന്തായാലും അവന്മാരെന്തായാലും തിരിച്ച് ക്ലാസ്സിലോട്ട് വയ്ക്കും. നമ്മളാണിവിടെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് എന്തായാലും അവന്മാർ നമ്മളെന്തായാലും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര നേരം അവിടെ ഒളിച്ചിരിക്കുകയാണ് അവന്മാർ വരാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ എല്ലാം വെറുതെ ആയിരുന്നു. അവന്മാരെ കയ്യിലൊക്കെ സൂപ്പർ കാറുണ്ട്, നമ്മുടെ കയ്യിലാണെങ്കിൽ പേട്ട സൈക്കിള്. നമ്മളതിൽ ക്യാഷ് എല്ലാം ഉണ്ട്, പക്ഷേ അച്ഛൻ വാങ്ങിച്ചു തരല്ലേ. സാധാരണ പ്രശ്നമുണ്ട്, ഈ വണ്ടിയാണെങ്കിൽ പോകണില്ലേ പേട്ട സൈക്കിള്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. ഞാൻ പുതിയ വണ്ടി അടിക്കാൻ പോണ കേസ്, അല്ലാതെ നടക്കില്ലേ. ഈ വണ്ടി ഉണ്ടോ പോണില്ല, അടങ്ങിയാണ് പോണണ്ട. എന്താണല്ലേ, പോണില്ലല്ലോ. എൻ്റെ അമ്മ ഇതെന്താണിത് ഒട്ടും പോണില്ല. ഞാൻ എന്തായാലും നല്ല രീതിക്ക് എന്തായാലും ചവിട്ടി വിടുന്നുണ്ട്. ഈ വണ്ടി ഗിയറും ഇല്ല, അതാണ് കുഴപ്പം. ഭയങ്കര പാടാണ് ഈ വണ്ടി ഓടിക്കാൻ. തിരിച്ചു പോകണം, എന്തായാലും മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഈ വണ്ടി ഇഴഞ്ഞാണ് പോകണം. വേണ്ട, ഇവിടെ എങ്ങാനിടാം. ഈ വണ്ടി വേണ്ട എനിക്ക്. ഓക്കെ, നമുക്കെന്തായാലും അച്ഛനോട് എന്തായാലും പോയി ഒന്ന് സംസാരിച്ച് എന്തായാലും നോക്കാൻ കഴിയത്തല്ല, വേറെ വഴിയില്ല. ഓക്കെ
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛൻ പറഞ്ഞ് നിനക്കാണെങ്കിൽ വാങ്ങിച്ചു തരാൻ പറ്റില്ല, നീ കോളേജിലൊക്കെ ആകുമ്പോൾ നല്ലൊരു കാറ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്തായാലും തീർത്ത് പറഞ്ഞു എനിക്ക് ഇപ്പോൾ തന്നെ വണ്ടി കണക്കാണ്, ഞാൻ ഇവിടെ ഫുള്ളായിട്ട് അപമാനം സഹിച്ച് തൊലി ഉരുങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞ് ശരിയെന്നാൽ നിനക്ക് കാറ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്തായാലും അച്ഛനോട് പോകാം. അച്ഛൻ എന്തായാലും GTR ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും വണ്ടി കയറാം. ഓക്കെ, അച്ഛനാണ് വണ്ടി ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും പാസഞ്ചർ സീറ്റ് ഇരിക്കാം. ഓക്കെ, അച്ഛൻ എന്തായാലും അച്ഛൻ്റെ GTR ഞങ്ങൾക്ക് ബാക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്കൊരു GTR വാങ്ങിച്ചു തരുമെന്ന്. അച്ഛൻ പറഞ്ഞു ഒന്ന് പോയടെ അവിടെ നിന്നൊക്കെ. അച്ഛൻ ഇപ്പം GTR ഒന്നും ഓടിക്കാൻ പറ്റിയ പ്രായമല്ല ഗൈസ് നമുക്കൊക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, നിനക്കൊരു ചെറിയൊരു വണ്ടി എടുത്തു തരാമെന്ന് പറയുന്നുണ്ട് അച്ഛൻ. ഓക്കെ ഓക്കെ, അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് പോയാണ് അച്ഛൻ. ഓക്കെ, ഏത് വണ്ടിയാണ് വാങ്ങിച്ചു തരണേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പൈസ എന്നൊരു വിഷയമേ അല്ല. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ കയ്യിലും പിന്നെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും നല്ല പൈസ ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നും ചില, ഞാൻ കൊച്ചുകുട്ടിയാണ്. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അച്ഛൻ വലിയ അയ്യോ ഗൈസ്, അച്ഛൻ അറിയാതൊരു ചേച്ചീനെ ഇടിച്ചിട്ട്, പക്ഷെ അത് കുഴപ്പമില്ല. എന്തായാലും നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം. ഓക്കെ, എന്തായാലും അച്ഛൻ വാങ്ങിച്ചു തരുമെന്ന് തോന്നണേ, നമുക്ക് നോക്കാം. എന്തായാലും അച്ഛൻ നമ്മളെയും കൊണ്ട് പോവേണ്. അല്ല മോനെ, നിനക്കിപ്പോൾ എന്തിനാണ് ഈ വണ്ടിയുടെയൊക്കെ ആവശ്യം? നീ കൊച്ചുകുട്ടിയല്ലേ, വേണോ? ഒന്നുകൂടെ നോക്കിയിട്ട് പോയേ. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് വണ്ടി വേണം, ഞാനാണ് ഇവിടെ അപമാനം സഹിച്ച് തൊലി ഉരുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ശരി. അല്ല അച്ഛൻ ഇതെവിടെ പോണം? ഞാൻ നിന്നോട് ഒന്നും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ചുമ്മാ ഒന്ന് അങ്ങോട്ട് പോയതാണ്. സത്യത്തിൽ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. എന്താണ് അച്ഛാ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? സോറി മോനെ, നമുക്കൊരു വണ്ടി വാങ്ങാം. ഓക്കെ, അപ്പോൾ അച്ഛൻ ആദ്യം എൻ്റെ കൂടെ പറഞ്ഞ് വേണമെന്ന്, ഞാൻ പറഞ്ഞ് വേണമെന്ന്. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ വണ്ടി വേണം കേസ്. ഓക്കെ, അല്ല വേറെ ഒരു വഴിയില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടുകളൊക്കെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ഇത് സത്യത്തിൽ ഒരു 2-3 പാർട്ടൊക്കെ എന്തായാലും ഉണ്ടാകും. ഇതിൻ്റെ അടുത്ത പാർട്ടുകളൊക്കെ നമ്മളെന്തായാലും അടുത്തെന്തായാലും ഇടുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, അപ്പം ബൈ ബൈ ഗൈസ്.